വളരെ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നടന്നൊരു സംഭവമാണ്. രണ്ട് ജോലിക്കാർ നല്ല ഭാരമുള്ള ഒരു മരത്തടി ഉന്തുവണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ തടിയുടെ ഭാരം കാരണം അത് ഉയർത്തി വണ്ടിയിൽ കയറ്റുമ്പോഴേക്കും അത് വീണ്ടും ഉരുണ്ട താഴേക്ക് വീണു. പല പ്രാവശ്യം പരിശ്രമിച്ചെങ്കിലും മരത്തടി വണ്ടിയിൽ കയറ്റാൻ കഴിയാതെ ജോലിക്കാരാകെ വിഷമിച്ചു. എന്നാൽ അവരുടെ ഇൻചാർജ് ആയിട്ടുള്ള ഓഫീസർ ദൂരെ മാറുന്നതൊക്കെ കാണുന്നുണ്ട്. ഇത് എത്ര നേരമായി ഇങ്ങനെ ഇട്ട് ഉരുട്ടുന്നു, ഇനിയും തടി കയറ്റാൻ പറ്റിയിട്ടില്ല, വി ഡോണ്ട് ഹാവ് ഓൾ ഡേ. ഓഫീസർ ഒച്ചയെടുക്കുന്നത് അതുവഴി വന്ന ഒരാൾ കേട്ടു. വീണ്ടും തടി ഉരുട്ടിക്കയറ്റാൻ കഷ്ടപ്പെടുന്ന ജീവനക്കാരുടെ ദയനീയ സ്ഥിതി കണ്ട് കുതിരപ്പുറത്തിരുന്ന ആ മനുഷ്യൻ ഓഫീസറോട് ചോദിച്ചു, ഹേ, നിങ്ങൾ ഒരു കൈ സഹായിച്ചാൽ ആ തടി വണ്ടിയിൽ കയറില്ലേ? നിങ്ങൾക്കെന്താ എന്നെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല? ഞാനൊരു കോർപ്പറലാണ്, ഒരു ഓഫീസർ, എനിക്ക് ഈ പണിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കേട്ട 60-നോടടുത്ത ആ മനുഷ്യൻ ഒന്നും പറയാതെ കുതിരപ്പുറത്ത് നിന്നും ചാടി ഇറങ്ങി. അദ്ദേഹം വേഗം ചെന്ന് ആ ജീവനക്കാരോടൊപ്പം കൂടി തടി ഉരുട്ടി വണ്ടി കയറ്റി. ഒരു നന്ദി പോലും കേൾക്കാൻ നിൽക്കാതെ അയാളെ തിരക്കിട്ട് കുതിരപ്പുറത്ത് കയറി ഓടിച്ചു പോവുകയും ചെയ്തു. അടുത്ത ദിവസം ആ നാട്ടിൽ ഒരു സ്വീകരണം നടക്കുന്നുണ്ടായിരുന്നു. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോർജ് വാഷിംഗ്ടണിനുള്ള ഒരു പൗര സ്വീകരണം. ആ ചടങ്ങിൽ നമ്മൾ മുൻപ് കണ്ട ആ ഓഫീസറും പങ്കെടുക്കുന്നുണ്ട്. സ്വീകരണം ഏറ്റുവാങ്ങാൻ വേദിയിലിരിക്കുന്ന വാഷിംഗ്ടനെ കണ്ടപ്പോൾ ഓഫീസർ ഞെട്ടി. തലേ ദിവസം കുതിരപ്പുറത്ത് വന്നിറങ്ങി തൊഴിലാളികളെ തടി കയറ്റാൻ സഹായിച്ച അതേ വ്യക്തി തന്നെയായിരുന്നു വേദിയിലിരിക്കുന്നയാൾ. ഒരാൾ ജീവിതത്തിൽ എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അയാൾ തന്നെത്താൻ ചെറുതാവാൻ തിരഞ്ഞെടുക്കുന്ന അവസരങ്ങളിലൂടെയാണ്, അല്ലെ? വലിയ മനുഷ്യർക്കേ ചെറുതാവാൻ കഴിയൂ. ഒന്ന് ചെറുതായി കൊടുത്താലും കുഴപ്പമില്ല എന്ന് കരുതിയാൽ കുടുംബത്തിലെയും സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയൊക്കെ ഇടയിലുള്ള വാശിയും മത്സരവും വൈരാഗ്യവും ഈഗോയും ഒക്കെ അലിഞ്ഞില്ലാതാകും. പലപ്പോഴും ഒന്ന് ചെറുതായാൽ സത്യത്തിൽ നമുക്കതിലൂടെ സന്തോഷവും സമാധാനവും ജീവിത വിജയമൊക്കെ രുചിച്ചറിയാൻ സാധിക്കും എന്ന് അനുഭവിച്ചവർക്കറിയാം. അതുകൊണ്ട് വലുതാകാനായിട്ട് നമുക്ക് ഒരൽപ്പം ചെറുതാകാം.